ഒരു പെൺകുട്ടി സെൽഫി ചോദിച്ചപ്പോൾ അത് കൊടുത്തില്ല, പക്ഷെ സെൽഫി ചോദിച്ചതല്ല എന്ന രൂപത്തിൽ പിന്നീട് ചർച്ച വരികയാണ്. അതായത് നിങ്ങളൊക്കെ സുഹൃത്തുക്കളെ, സ്മൃതി എന്ന് പറയുന്ന ഒരു അവതാരികയ്ക്ക് അതിഗംഭീരമായിട്ട് ടീച്ചർ കൊടുക്കുന്നൊരു മറുപടിയാണ്. അത് മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ടും ഒരു രാഷ്ട്രീയ മറുപടി എന്നൊക്കെ പറയേണ്ടി വരും. ഒരു നേതാവിനൊപ്പം 24 മണിക്കൂർ സെൽഫി എടുത്ത് നടക്കുന്ന ഒരു നേതാവാണോ വേണ്ടത്, അതോ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നവരാണോ വേണ്ടത്? 24 മണിക്കൂർ നുണ പറയുന്ന ഒരു നേതാവാണോ വേണ്ടത്, അതോ സത്യസന്ധമായിട്ട് ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരു നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? 24 മണിക്കൂറും വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുകയും RSSന് കൊട ചൂടുകയും ഇപ്പുറത്തെ RSS വിരുദ്ധനാണെന്ന് നടിക്കുകയും ചെയ്യുന്ന BDയെ പോലുള്ള നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ പിണറായി വിജയനാണോ വേണ്ടത്? നമ്മുടെ പരിസരത്തേക്ക് ചുമ്മാ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ വീടുകൾ, നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ റോഡുകൾ, നമ്മുടെ സൗകര്യങ്ങൾ, വെള്ളം, കുടിവെള്ളം, കരണ്ട് ഇത്യാദി കാര്യങ്ങളെല്ലാം ഉണ്ടായ വലിയ മാറ്റം വരുത്തിയ ഒരു നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്, അതോ ഒരു നേതാവിനെയാണോ നിങ്ങൾക്ക് വേണ്ടത്? എന്തായാലും സ്മൃതിക്ക് കിട്ടുന്ന ഉത്തരമാണ് പിണറായി വിജയൻ ഏതോ സ്റ്റേജിൽ എന്തോ സെൽഫിക്ക് കൂട്ടുനിന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇദ്ദേഹം നമ്മുടെ കേരളത്തിൽ ചെയ്ത അപരാധം. പിണറായി വിജയൻ ചെയ്ത ഏറ്റവും വലിയ അപരാധം എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയുടെ സെൽഫിക്ക് നിന്നില്ല. അവരപ്പോ സെൽഫി എടുക്കാൻ വേണ്ടി ഇയാൾ നിന്നില്ല എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പ്രോബ്ലം എന്നാണ് മാധ്യമങ്ങൾ വരുത്തി തീർക്കുന്നത്. ഇതൊക്കെ ഒരു പ്രശ്നമാണോ എന്ന് എനിക്ക് ചോദിക്കുകയാണ്. ഇതൊക്കെയാണോ നമ്മൾ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ? കേട്ടോ, ഒരു വിഷയമുണ്ട്, നിങ്ങളുടെ ചാനലടക്കം സ്മൃതി അടക്കം, അതായത് ഇടതുപക്ഷത്തിന്റെ ഭരണം ഈ കേരളത്തിൽ ഉണ്ടാക്കിയ വമ്പിച്ച മാറ്റമുണ്ട് ജനങ്ങളുടെ. ഐക്യാകരണം മുതൽ അവസാനിപ്പിച്ചത് ഇടതുപക്ഷത്തിന്റെ ശക്തമായ പോരാട്ടത്തിന്റെ ഫലമായിട്ട് തന്നെ. നമ്മളെ ഭൂപരിഷ്കരണവും സ്റ്റേ ഓഫ് എവിക്ഷൻ ഓർഡിനൻസ് ഒന്നും ഒന്ന് കൊണ്ടുവന്നിരുന്നില്ലെങ്കിൽ ഉത്തരേന്ത്യയെ പോലെ ഇന്നും സവർണരുടെയും സമ്പന്നരുടെയും കയ്യിലായിരിക്കുമായിരുന്നില്ലേ കേരളത്തിലെ ഭൂമി, അല്ലേ? നിങ്ങൾ ആരെങ്കിലും ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ കേരളത്തിലെ ഒട്ടുമിക്ക സംഖ്യകളും ചെയ്യുന്നത് ഉത്തരേന്ത്യയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഉത്തരേന്ത്യയിലേക്ക് ഇവരൊക്കെ ഏറ്റവും വാഗ്ദത്ത ഭൂമി എന്നൊക്കെ പറയുന്ന UP ഇല്ലേ, ഉത്തർപ്രദേശ്, അവിടുത്തെ നഗരങ്ങളല്ല കേട്ടോ, അവിടെ കണ്ണു മഞ്ഞളിക്കുന്ന നഗരങ്ങൾ നിങ്ങൾക്ക് കാത്തിരിക്കാണ്ടായിരിക്കും. പക്ഷേ അവിടുത്തെ ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ ചെല്ലണം. വീടിന്റെ തൊട്ടു മുൻപിലൂടെ മനുഷ്യാവശിഷ്ടങ്ങൾ പോകേണ്ട അപ്പിയും മറ്റും മലവും മൂത്രമൊക്കെ പോകുന്ന തുറന്നു വെച്ച ഓടകൾ, അതിന് തൊട്ടടുത്ത് കളിക്കുന്ന കുട്ടികൾ, സ്കൂളുകളില്ലാത്തതുകൊണ്ട് സ്കൂളിലേക്ക് പോകാതെ അച്ഛൻ ചെയ്യുന്ന ജോലി എന്താണോ അത് തന്നെ പാരമ്പര്യമായിട്ട് എടുത്ത് മുന്നോട്ട് പോകുന്ന തൊഴിലെടുക്കുന്ന ഒരുപാട് ആളുകൾ. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നമ്മൾക്കൊന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് മനുഷ്യ ജീവിതം കാണാം. 24 മണിക്കൂർ നമുക്ക് ഭിക്ഷയുമായിട്ട് നടക്കുന്ന കുട്ടികളെ കാണാം. നമ്മൾ മലയാളി കുട്ടികൾ ആരെങ്കിലും ഭിക്ഷ യാചിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നമ്മൾ മലയാളികൾ ആരെങ്കിലും ഭിക്ഷ യാചിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഉണ്ടാവില്ല. എന്നാൽ അന്യദേശത്ത് നിന്ന് ഇവർ ഇങ്ങോട്ട് വന്നൊരു ഭിക്ഷ യാചിക്കുകയും തെണ്ടി തിന്നുകയും ചെയ്യുന്ന പരിപാടികളൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അത്തരമൊരു നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു കൊണ്ടുപോകണോ എന്നുള്ളതാണ് ഏറ്റവും ന്യായമായിട്ടുള്ള ചോദ്യം. ബാക്കി കേരളത്തിലെ ഇടതുപക്ഷത്തെ എതിർത്താൻ ഒരു ചെറിയ സ്ഥാനം കിട്ടുമെങ്കിൽ അത് പർവ്വതീകരിച്ച് നിങ്ങൾ ഇടതുപക്ഷ നേതാക്കന്മാരെ സ്വഭാവദൂഷ്യമുള്ളവരാക്കുന്നു, ഗൗരവക്കാരാക്കുന്നു, മനുഷ്യരോട് ഉണ്ടാത്തവരാക്കി മാറ്റുന്നു. മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ നല്ല തിരക്കുള്ള ആള് തന്നെയാണ് അല്ലെ? ഏത് മുഖ്യമന്ത്രി ആയാലും തിരക്കുണ്ടാവുമല്ലോ, ഉണ്ടാവും. പിണറായിയുടെ ഒരു പ്രത്യേകതയുണ്ട്. പിണറായി അങ്ങനെ ഒരുപാട് സമയം എടുത്ത് ഒരു മീറ്റിംഗുള്ള സ്ഥലത്ത് തങ്ങിയിട്ട് അങ്ങനെ പോകുന്ന ഒരാളല്ല കേട്ടോ. എന്ന് വെച്ച് പിണറായി ഒരു കുട്ടി കയറി വരുന്നു, ആ കുട്ടി ഓമനിക്കാറുണ്ട്, അതിനോട് സ്നേഹപൂർവ്വം പെരുമാറാറുണ്ട്. എന്നാൽ കപടമായി എല്ലാവരോടും വെറുതെ ഇങ്ങനെ നടന്ന് അതിന് അദ്ദേഹത്തിന് സമയമില്ല. ആ സ്റ്റേജ് കഴിഞ്ഞാൽ അത് തന്നെയാണ് വേണ്ടതും. ഒരു നേതാവ് എന്ന് പറയുന്ന കപടമായ ചില മുഖങ്ങളുമായിട്ട് ആളുകളുടെ മുമ്പിലേക്ക് റീലുകൾ എടുക്കുക എന്ന ഷാഫിത്തരങ്ങളല്ല വേണ്ടത്. ആളുകൾക്ക് മുമ്പിലേക്ക് റീലുകൾ എടുക്കുക, ആ റീലുകൾ പോസ്റ്റ് ചെയ്യുക, അതിന് ലൈക്ക് കിട്ടുക. ആ ലൈക്കൊക്കെയാണ് നമ്മളെ നാടിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഫേസ്ബുക്കിലൊക്കെ എത്ര ലൈക്ക് കിട്ടി എന്നതാണോ? ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഷെയർ കിട്ടി, എത്ര ലൈക്ക് കിട്ടി എന്നതാണോ ഒരു രാഷ്ട്രീയ നേതാവ് നിശ്ചയിക്കുന്നത്? അല്ലല്ലോ. നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ചെയ്യുന്ന നല്ല കാര്യങ്ങളല്ലേ. പരിപാടി കാണാം, അവിടെ കുട്ടി വന്ന് സംസാരിച്ചു, ചിരിച്ചു. ചിരിക്കുന്നതാണല്ലോ നിങ്ങൾ കൊടുത്ത ഫോട്ടോയിൽ തന്നെയുള്ളത്. മനുഷ്യൻ പലതരത്തിലുണ്ട്. ചിലരും തലയൊണ്ടിങ്ങനെ കാണിക്കും, ചിലര് അടുത്ത് വന്നാലൊന്ന് കെട്ടിപ്പിടിക്കും. അത് വ്യക്തിപരമായിട്ടുള്ള വ്യത്യാസമൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഈ കെട്ടിപ്പിടിച്ച ആൾ ഏറ്റവും നല്ലതും ഒന്ന് തലകൊണ്ട് കാണിച്ച ആൾ മോശമൊന്നും വ്യാഖ്യാനിക്കരുത്. ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ നേരത്തെ ഒരു നിവേദനം BAയുടെ കയ്യിൽ കൊടുത്തിരുന്നു, ഈ ഫോണിൽ അതുണ്ട്, അത് കാണിച്ചിട്ട് ഞാൻ ഈ നിവേദനം അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹത്തോട് പറഞ്ഞതാണ്.
ഫോട്ടോ എടുക്കട്ടെ എന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്ക് അതിന്റെ ചെറിയ വോയിസിൽ നിങ്ങൾ ഉച്ചത്തിൽ കൊടുക്കുമായിരുന്നു. ഞാൻ ചോദിച്ചിട്ടില്ല. ഇത് കാണിച്ചിട്ട് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പോയതാണ്. ഞാൻ അവിടെ സെൽഫി എടുക്കാൻ ചോദിച്ചിട്ടില്ല. സാധാരണ നമ്മളോടെല്ലാം ചോദിക്കുമ്പോൾ കൂടി വന്നിട്ട് ഒരു സെൽഫി എടുക്കട്ടെ എന്നും സാധാരണഗതിയിൽ ആൾ ചോദിക്കാറില്ല. അത്രേ അദ്ദേഹത്തിന് സമയമുണ്ട്. പക്ഷെ അത് അവിടെ തീർന്നു. നിങ്ങൾ എന്നിട്ട് അതിലൂടെ ചെകഞ്ഞ് അന്വേഷിച്ച് സെൽഫി എടുക്കാനാണ് ചോദിച്ചത്. ഭാവനെ കണ്ടു, എന്നിട്ട് വിട്ടിട്ടില്ല എന്ന് ഭാവനെ കണ്ടു, അത് മുഖ്യമന്ത്രിക്കെതിരെ പ്രചരിപ്പിക്കുന്നു. ഈ കാഴ്ചപ്പാട് ശരിയല്ല. അദ്ദേഹം കേരളത്തിന്റെ മുഖ്യമന്ത്രി. യെസ്, ഇതാണ് എനിക്കും പറയാനുള്ളത് കേട്ടോ. ഇതൊരു ഭയങ്കര മോശം കാഴ്ചപ്പാടാണ്. ഒരുപക്ഷെ എല്ലാവരും ചിരിക്കുന്ന ഒരു നേതാവുണ്ട്, കോൺഗ്രസ് നേതാവ് വി ഡി സതീശൻ. നോക്കൂ, 24 മണിക്കൂർ നുണ പറയുക എന്നല്ല എന്ത് ചെയ്യും? സ്വന്തം നേതാക്കന്മാരെ പറ്റിയടക്കം ഈ ഒരു ചങ്ങാതി നുണ പറയുന്നതാണ്. എനിക്കത് ഭയങ്കര അത്ഭുതം ഉണ്ടാക്കി. സ്വന്തം ഒരു മുതിർന്ന നേതാവിന്റെ കാര്യത്തിൽ പോലും വി ഡി സതീശൻ എന്ന് പറയുന്ന മനുഷ്യൻ നുണയാണ് പറയുന്നത്, പച്ച നുണ. അത് കേട്ടാൽ ആർക്കും മനസ്സിലാകുന്നതാണ്. അങ്ങനെ എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമായിട്ട് പോലും ആ ചങ്ങാതി ആ നുണ പറച്ച് നിർത്തുന്നില്ല. ഒന്ന് കണ്ടുനോക്കൂ. അത് ഞങ്ങൾ റെഡിയാണെന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ 24 മണിക്കൂറൊക്കെ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയമില്ല. ഞങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ അനിശ്ചിതത്വം വൈകിക്കാൻ കാരണം എല്ലാവരും പൂർത്തിയാക്കി വെച്ചിരിക്കുക. ഞങ്ങളും നാളെ ഡൽഹിയിലെത്തും. ഞങ്ങൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. സംശയമില്ല. 24 മണിക്കൂറിൽ അങ്ങ് പട്ടിക പ്രഖ്യാപിക്കും. വേറെ പണിയൊന്നുമില്ല. കണ്ടില്ലേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കുന്നത്. ഇതേപോലെ തന്നെയായിരുന്നു സ്വന്തം നേതാവിനെതിരെ വി ഡി സതീശൻ എന്ന് പറയുന്ന സുധാകരനെതിരെ വി ഡി സതീശൻ സംസാരിച്ചതും. കഴിഞ്ഞ ദിവസം ഞങ്ങൾ അയാളെ കണ്ടു, കുഴപ്പങ്ങളൊന്നുമില്ല, ആ പോസ്റ്റ് ഇട്ടത് വി ഡി സതീശനല്ല എന്ന് പറയുകയും പിന്നീട് ഒന്നിങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ട് ഇങ്ങനത്തെ സംഗതി താങ്കൾ തന്നെയാണല്ലോ ഇങ്ങനെ പറഞ്ഞ അങ്ങനെയൊന്നുമില്ല ഇങ്ങനെയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മടിയും കൂടാതെ ഇങ്ങനെ 24 മണിക്കൂർ നുണ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരാളെയാണ് നിങ്ങൾക്ക് വേണ്ടത്. ഞാൻ വളരെ നീറ്റായിട്ട് ചോദിച്ചാണല്ലോ. എൻ്റെ പ്രേക്ഷകർ അതിന് കൃത്യമായിട്ട് എനിക്ക് ഉത്തരം തരുമെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. ബൈ.